30 വർഷം കൊണ്ട് സമരരംഗത്താണ്. ഉമ്മൻചാണ്ടി 94 ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഈ കാർഷിക മേഖലയിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുവാൻ ഉൽപ്പാദനം നടത്തുക, പ്രത്യേകിച്ച് കര കൃഷി എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി സർക്കാർ ഒരു പദ്ധതി ആസൂത്രണം ചെയ്താണ്. 1,00,000-ഓളം യുവജനങ്ങളെ ഈ രംഗത്തേക്ക് ആകർഷിച്ച് അവർക്ക് ആവശ്യമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുക. അപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാർ അത് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന അപ്പോൾ അതനുസരിച്ച് ഓരോ വ്യക്തിയിൽ നിന്ന് 1000 രൂപ വെച്ചിലാണ് 1200 രൂപ വെച്ച് വാങ്ങിച്ചാൽ അന്നത്തെ കാര്യമായി പറഞ്ഞു. അപ്പോൾ അതുപോലെ അത്രയും തന്നെ സർക്കാരിൻ്റേതായിരുന്നു ഒരു പങ്കാളിത്തം. അപ്പോൾ പെൻഷൻ, ഗ്രാറ്റുവിറ്റി, മറ്റ് ആനുകൂല്യങ്ങൾ, പിന്നെ ഈ പദ്ധതിയുടെ പൂർണ്ണമായ പങ്കാളിത്തം ഫലത്തിൽ അത് കഴിഞ്ഞ് ഇങ്ങോട്ടുള്ള പ്രത്യേകിച്ച് LDFൻ്റെ സർക്കാർ പിണറായി വിജയൻ വന്ന ഒരു 10 വർഷം കൊണ്ട് ആ 10 വർഷം കൊണ്ട് പരിപൂർണമായി ഈ പദ്ധതിയെ തകർക്കുകയും കുറച്ച് പേർക്കെങ്കിലും കിട്ടിക്കൊണ്ടിരുന്ന പെൻഷൻ പോലും നാമമാത്രമായി മാറ്റുകയും ചെയ്തു. ഈ പദ്ധതി ആകമാനം തകർന്നു. ഇത് നിസ്സാര ഒരു കാര്യമല്ല. ഒരു രണ്ടാം കാർഷിക വിപ്ലവമായിരുന്നു. ആദ്യത്തെ കാർഷിക വിപ്ലവത്തെ എങ്ങനെയാണ് എതിർത്തത്, അതുപോലെ തന്നെ രണ്ടാം കാർഷിക വിപ്ലവത്തെ എതിർത്തത്. ഇത് കേരളത്തിൽ നടപ്പായിരുന്നുവെങ്കിൽ ക്യാൻസർ നാമമാത്രമായി മാറുമായിരുന്നു കേരളത്തിൽ. കാര്യം ഈ ഫ്രൂട്ട്സും വെജിറ്റബിളും വിഷത്തിൽ മുങ്ങിയാണ് വരുന്നത്. അതിൻ്റെ സ്വയം പര്യാപ്തതയായിരുന്നു പ്രധാനമായിട്ട് ഭരണാധികാരികൾ ഇത് കണ്ടത്. അതിനെയാണ് തകർത്തത്. ഇന്ന് എല്ലാ നിലയിലും പെൻഷനില്ല, ഗ്രാറ്റുവിറ്റി ഇല്ല. ഇപ്പോഴും നമുക്ക് എത്ര രൂപ പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നു? 1000 രൂപ ഇപ്പോൾ പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നു. അത് അങ്ങോട്ട് കാശ് കൊടുത്ത കാര്യമാണ്. ഒന്നും കൊടുക്കാതെ 60 വയസ്സ് തികഞ്ഞവർക്ക് ഇന്ന് 2000 രൂപയായിരിക്കും. അങ്ങനെ അടിമുടി അനീതിയാണ് ഈ രംഗത്ത് കാണിച്ചത്. 1,00,000-ഓളം വരുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച പണം അതിൽ നിന്ന് 100 കണക്കിന് കോടി രൂപയായി മാറി. അതെന്ത് സംഭവിച്ചുവെന്ന് അറിയില്ല. കാര്യം ഏറ്റവും അവസാനം നമുക്ക് അറിയാനും കഴിഞ്ഞത് മോട്ടോർ തൊഴിലാളി ക്ഷേമനിധിയിലേക്ക് കേരളത്തിലെ 10,000-കണക്കിന് ഓട്ടോറിക്ഷ തൊഴിലാളികൾ അടച്ച 554 കോടി രൂപ ഇന്ന് കാണാനില്ലെന്നുള്ളതാണ്. അപ്പോൾ അതും ഇതിൻ്റെ ഗതി ആയോ എന്നറിയില്ല. അപ്പോൾ ഇതിനൊക്കെ എതിരായിട്ടുള്ളതാണ് ഈ ഒരു സമരം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സൃഷ്ടിച്ചവരും ഇതിനെ പരിപാലിച്ചവരും ഇതിനെ സംരക്ഷിച്ചവരും ആയിട്ടുള്ള ഒരു വിഭാഗമുണ്ട്. അതിലൊരാളാണ് നിങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പോൾ അടുത്ത സർക്കാർ പ്രതീക്ഷയുണ്ട്. ഇപ്പോൾ ഈ സർക്കാർ പോകുന്നതിന് മുമ്പായിട്ടുള്ള ഞങ്ങളൊരു യാത്രയെപ്പായി, ഒടുക്കത്തെ യാത്രയെ പടിയടച്ച് വിണ്ടം വെക്കാൻ പോകും.